ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വൈകുന്നേരങ്ങളിൽ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള മുട്ട വെച്ചിട്ടുള്ള അടിപൊളി ടേസ്റ്റുള്ള ഒരു സ്നാക്സാണ് തക്കാരമുട്ട. ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിന് മുന്നായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ട് 4 മുട്ട പുഴുങ്ങിയെടുത്തതിന് ശേഷം തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ മുട്ടയൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ തായ് ഭാഗത്ത് കട്ടാവാത്ത രീതിയിൽ വേണം കട്ടാക്കി എടുക്കാനായിട്ട്. ഈ ഒരു രീതിയിൽ ഒരു പകുതി പോർഷൻ മാത്രം കട്ട് ചെയ്ത് കൊടുത്താൽ മതിയാകും. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മൊത്തത്തിൽ എല്ലാ മുട്ടയും ഇതേപോലെ തന്നെ ഒന്ന് കട്ടാക്കിയിട്ട് എടുക്കാം. ഇതാ 4 മുട്ടയും ഇതേ രീതിയിൽ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല ഉണ്ടാക്കിയെടുക്കുക. അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ചൂടായി വന്നാൽ ഇതിലേക്ക് 2 മീഡിയം വലിപ്പത്തിലുള്ള വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടെ നല്ലപോലെ ഒന്ന് ചതച്ചിട്ട് എടുക്കാം. ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ല പോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് കളറ് മാറിയിട്ട് വരണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ്. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂണ് ചിക്കൻ മസാലയാണ് ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ മതിയാകും. പിന്നെ 2 നുള്ളി മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി കൂടി പോകണ്ട. ഇനി പൊടികളുടെ ഒരു പച്ച ചുവയ്ക്കൊന്ന് മാറണ വരെ നല്ലപോലെ വഴറ്റിയെടുക്കുക. ഇനി തീ ഓൺ ചെയ്ത് കൊടുത്തതിന് ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കുക. പൊടികൾ ഒരിക്കലും കരിഞ്ഞിട്ട് പോകരുത്. അപ്പോൾ ഏറ്റവും ചെറിയ തീയിലിട്ട് വേണം മൂപ്പിച്ചെടുക്കാനായിട്ട്. പൊടികളൊക്കെ മൂത്ത് വന്നാൽ ഇതിലേക്ക് ഒരു 6-7 ചെറിയ ഉള്ളി നല്ലപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അങ്ങ് വഴറ്റി യോജിപ്പിച്ചെടുക്കാം. പിന്നെ ഉള്ളി ഒത്തിരി അങ്ങ് സോഫ്റ്റായിട്ട് വഴന്നിട്ട് വരേണ്ട ആവശ്യമില്ല. ഇനി ചെറിയ ഉള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ പകരമായിട്ട് ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാളിൻ്റെ പകുതി എടുത്താലും മതിയാകും. പക്ഷെ ഒന്നുകൂടെ നല്ലത് ഈ ഒരു ചെറിയ ഉള്ളിയാണ്. ഇതിലേക്ക് 1 ടീസ്പൂണ് വിനാഗിരി ചേർത്ത് കൊടുക്കാം. സുർക്ക ഉണ്ടല്ലോ, അതാണ്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് എടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ഒന്നും കൂടെ നന്നായിട്ടങ്ങ് വഴറ്റിയെടുക്കാം. പിന്നെ നല്ല എരിവ് വേണമെന്നുള്ളവർക്ക് കാശ്മീരി മുളക് പൊടിൻ്റെ പകരം നല്ല എരിവുള്ള മുളക് പൊടി 1/2 ടീസ്പൂൺ ചേർത്താലും മതി. ഇനി നമ്മൾ ഉള്ളിയെടുത്ത അതേ അളവിൽ തന്നെ മല്ലിയിലും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം. പിന്നെ മല്ലിയിലിൻ്റെ ഫ്ലേവർ അത്ര ഇഷ്ടമില്ലാത്ത പോലെ ഇത്രയ്ക്ക് എടുക്കണ്ട. എന്നാലും മല്ലിയില എന്തായാലും ചേർക്കണം. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. മസാല റെഡി ആയിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കുക. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മസാലയാണിത്. നല്ല ടേസ്റ്റുമാണ്. ഇത് തണുക്കാനായിട്ട് അങ്ങ് മാറ്റി വെക്കാം. മസാല തണുത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു മസാല വെച്ചിട്ട് 5 മുട്ടയിലേക്ക് കറക്റ്റായിട്ട് ഉണ്ടാകും. ഇനി നമുക്കിത് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒരു സ്പൂൺ മസാല എടുക്കുക. എന്നിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പോർഷനിലേക്ക് മസാല ഇതുപോലെ നല്ല പോലെ പ്രസ് ചെയ്തിട്ട് അങ്ങ് നിറച്ച് കൊടുക്കാം. അത്യാവശ്യം മസാല ഉണ്ടായിക്കോട്ടെ. അപ്പോൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും. ഒരെണ്ണം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി എല്ലാത്തിലും ഇതേപോലെ തന്നെ മസാല നിറച്ച് കൊടുക്കാം. മൊത്തത്തിൽ ഞാനിതാ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയാണ്. ഇത് കഴിക്കാനായിട്ട് നല്ല സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു ഈസി ആയിട്ടുള്ള സ്നാക്സ് എന്തായാലും ഉണ്ടാക്കി നോക്കുക. മുട്ടയൊക്കെ അങ്ങനെ കഴിക്കാത്തവർ ഇതുപോലെ മസാല വെച്ചിട്ടൊന്ന് ഉണ്ടാക്കി നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ കഴിക്കുന്നതിനെക്കാട്ടും നല്ല ടേസ്റ്റ് ചായയുടെ കൂടെ കഴിക്കാനായിട്ടാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് കമൻറ്റ് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും ഇതുപോലെ നല്ല അടിപൊളി ഈസി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.